ഇനി നമ്മൾ കേരളത്തിലേക്ക് എത്തിയാൽ വനം മേധാവിയെ നീക്കണമെന്ന് വനം മന്ത്രി. ഗംഗാ സിംഗ് പൂർണ്ണ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് മന്ത്രി AK ശശീന്ദ്രൻ കത്തു നൽകി. PCF റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരുടെ കാലാവധി നീട്ടി നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെടുന്നു. ഉദ്യോഗസ്ഥർക്ക് കാലാവധി നീട്ടി നൽകാനാവില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അതിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് പാലകനോട് വനം മേധാവിയെ നീക്കണമെന്ന് വനം വകുപ്പ് മന്ത്രി നിലപാടെടുക്കാൻ കാര്യം? ഈ ഗംഗാ സിംഗ് പൂർണ്ണ പരാജയമാണെന്നാണല്ലോ മന്ത്രി പറയുന്നത്. എന്താണ് ആ പറച്ചിലിന് പിന്നിലുള്ളത്? അതിൽ വനം മേധാവിയെക്കുറിച്ച് വലിയ അതൃപ്തിയാണ് വനം മന്ത്രിക്കുള്ളത്. വനം മന്ത്രിക്ക് എന്നല്ല, വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കടക്കം വലിയ അതൃപ്തിയാണുള്ളത്. കൃത്യമായി കാര്യങ്ങൾ ആശയവിനിമയം നടത്താനാകുന്നില്ല, കൃത്യമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നതടക്കമുള്ള ആശങ്കകളും പരിഭവങ്ങളും പരാതികളും വനം മേധാവിക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ്. ഗംഗാ സിംഗ് ആണ് ഇപ്പോൾ നിലവിൽ വനം മേധാവിയായിരിക്കുന്ന ആൾ. ആ ഗംഗാ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം വനം മന്ത്രി തന്നെ മുന്നിൽ വയ്ക്കുന്നു. അത് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യുന്നു. നിലവിൽ PCCF റാങ്കിലുള്ള ാണ് വനം മേധാവിയാവുക. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തസ്തികയിലേക്കും PCCFമാരാണ് വേണ്ടത്. നിലവിൽ 3 PCCFമാരാണ് കേരളത്തിലെ വനം വകുപ്പിലുള്ളത്. അതിലൊന്ന് ഗംഗാ സിംഗ് ആണ്. ഗംഗാ സിംഗിന് ഇനിയും കാലാവധിയുണ്ട്. രണ്ടാമത്തെയാൾ D ജയപ്രസാദാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ജയപ്രസാദ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രധാന ഉത്തരവാദിത്തങ്ങളുള്ള ഉദ്യോഗസ്ഥനാണ്. പുലി ഇറങ്ങിയാലോ ആന ഇറങ്ങിയാലോ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവിടേണ്ടത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. ഇതിന് പുറമെ അമിത് മല്ലിക് എന്ന കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വിരമിക്കുകയും ചെയ്തു. D ജയപ്രസാദ് ഉടനെ വിരമിക്കുകയും ചെയ്യും. അങ്ങനെ 2 PCCFമാർ വിരമിക്കുന്നൊരു സാഹചര്യം കൂടി വരും. അപ്പോൾ ഗംഗാ സിംഗിനെ മാറ്റിയാൽ വേറെ ആരെ വെക്കുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഈ വിരമിക്കാനിരിക്കുകയും ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥർക്ക് കാലാവധി നീട്ടി നൽകുകയും D ജയപ്രസാദിനെ, ചീഫ് വൈൽഡ് ലൈഫ് ആയിരിക്കുന്ന D ജയപ്രസാദിനെ വനം മേധാവിയാക്കുകയും അമിത് മല്ലിക്കിനെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാക്കുകയും ചെയ്യാം എന്നൊരു സമവാക്യത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത്. വനം മന്ത്രി ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രി തിരിച്ച് മറുപടിയായി അറിയിച്ചത്. ഉദ്യോഗസ്ഥർക്ക് കാലാവധി നീട്ടി നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടുന്ന് അംഗീകരിച്ചാൽ തന്നെ കേന്ദ്രത്തിൻ്റെ അനുമതി കൂടി വേണ്ടിവരും. പക്ഷേ മുഖ്യമന്ത്രി തന്നെ അതിനെ ഉടക്കിടുകയും അത് താൽക്കാലികമായി സമ്മർദ്ദം ചെലുത്തുക സാധ്യമല്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. മുഖ്യമന്ത്രിയുടെ കൂടി തീരുമാനമുണ്ടെങ്കിലേ അതിൻ്റെ മുന്നോട്ട് പോക്ക് സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ ഗംഗാ സിംഗ് തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗംഗാ സിംഗിനെ മാറ്റിയാൽ തന്നെ മറ്റൊരു PCCFനെ വെക്കാനില്ല എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും വനം വകുപ്പും നേരിടുന്ന ഒരു പ്രതിസന്ധി. ഗംഗാ സിംഗിനെ മാറ്റിയേ തീരൂ എന്നൊരു നിലപാടിലാണ് വനംവകുപ്പുള്ളത്. പ്രത്യേകിച്ച് ദൈനംദിന കാര്യങ്ങൾ തന്നെ കൃത്യമായി വനംവകുപ്പിൽ നടക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. അരുൺ, ഓക്കെ, വ്യക്തമാണ്. ഗംഗാ സിംഗ് പൂർണ്ണ തോൽവി എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഗംഗാ സിംഗിനെ മാറ്റി പകരം കഴിഞ്ഞ മാസം വിരമിച്ചയാളെ പ്രത്യേകമായി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് മേധാവിയാക്കണം എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇതിനെ എതിർത്തിരിക്കുന്നു. അതുകൊണ്ട് ഗംഗാ സിംഗ് തന്നെ തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.